ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു രസ്മലായി കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നമ്മളൊരു പാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് നമ്മൾ ഒരു കപ്പ് പാൽ ഒഴിച്ചിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഈ ഒരു പിസ്ത, ബദാം, അങ്ങനെ എന്താ പറയുക, കാഷ്യൂ ഒക്കെ ഒന്ന് ക്രഷ് ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1/4 കപ്പ് പഞ്ചസാരയും 1/4 കപ്പ് കണ്ടൻസ് മിൽക്കും ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു ടീസ്പൂൺ ഏലക്ക പൊടിച്ചതും ഒരു നുള്ളു ഉപ്പും ഇട്ടിട്ട് ഇത് നല്ല രീതിയിലൊന്ന് ബോയിൽ ചെയ്ത് വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് നട്ട്സ് ആഡ് ചെയ്യണം. അപ്പോൾ ഇതിന് വേണ്ട രസഗുള നമുക്ക് വീട്ടിലുണ്ടാക്കാം, അല്ലെങ്കിൽ ഇങ്ങനത്തെ ബോട്ടിൽ വാങ്ങാൻ കിട്ടും. അപ്പോൾ രസഗുള എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നട്ട്സും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് നല്ല രീതിയിലൊന്ന് ബോയിൽ ചെയ്ത് കുക്കായിട്ട് വരുമ്പോൾ തിക്കാകുമ്പോൾ ഒന്ന് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാം. അതിനുശേഷം നമുക്ക് ഈ ഒരു രസഗുള നമ്മളിങ്ങനെ ഇതിൽ നിന്ന് എടുക്കുമ്പോൾ നല്ല രീതിയിൽ പിഴിഞ്ഞെടുക്കണം. ഇത് രസഗുളയാണ്, രസമലായി ആക്കി മാറ്റണം നമ്മൾ ഈ ഒരു രസഗുളേനെ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മളിത് പിഴിഞ്ഞെടുക്കുക. നല്ല രീതിയിൽ വെള്ളം പിഴിഞ്ഞെടുത്തിട്ട് മാറ്റി വെക്കാം കേട്ടോ. എന്നിട്ട് ഈ ഒരു നിങ്ങൾക്ക് എത്ര എണ്ണം വേണം അത്രയും പിഴിഞ്ഞെടുത്തിട്ട് നമുക്ക് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഈ ഒരു മിക്സ് ഒന്ന് ഫ്ലെയിം ഓൺ ചെയ്തിട്ട് ഒന്ന് ചൂടാക്കാം. ഒന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് ഈ ഒരു രസഗുള ആഡ് ചെയ്തിട്ട് നല്ല രീതിയിലൊന്ന് ജസ്റ്റ് ഒന്ന് തിളച്ചിട്ട് എന്താ പറയുക, ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒരു 3 മണിക്കൂറൊക്കെ അടച്ച് വെക്കുക കേട്ടോ. ഈ ഒരു തിക്ക് ഗ്രേവി ഈ ഒരു രസഗുളയിൽ നല്ല രീതിയിൽ സോക്കായിട്ട് വരണം. ഇപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. എന്നിട്ട് 3 മണിക്കൂർ ഓവർനൈറ്റ് വേണമെങ്കിൽ നിങ്ങൾക്ക് വെക്കാം, ഫ്രിഡ്ജിലെടുത്ത് വെക്കണം, അല്ലാതെ പുറത്ത് വെക്കാൻ പാടില്ല. ഒരു 3 മണിക്കൂർ നമുക്ക് നമ്മുടെ റൂം ടെമ്പറേച്ചറിൽ വെക്കുക. എന്നിട്ട് അതിന് ശേഷം നമുക്ക് ഫ്രിഡ്ജിലെടുത്ത് വെക്കാം കേട്ടോ. ഇത് ഞാനൊരു 4 hours വെച്ചിട്ടുണ്ട്. അതിന് ശേഷം ആണ് ഞാൻ കേക്ക് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ അത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇതാണ് നമ്മൾ ഫില്ലിങ്സിൽ കൊടുക്കുന്നത്. രസമലായി കേക്കിൻ്റെ മെയിൻ ഫില്ലിങ് ഇതാണ് കേട്ടോ. അപ്പോൾ നമ്മളത് എടുത്ത് വെച്ചിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ ഈ ഒരു കേക്ക് വാനില കേക്കിൽ തന്നെ നമ്മൾ ബദാം മിക്സ് ഉണ്ടാവും, വാങ്ങാൻ കിട്ടും നമുക്ക് ഷോപ്പിലൊക്കെ. ഇതാ ഈ ഒരു ബോട്ടിൽ ആ ബദാം മിക്സാണ് ചേർത്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് നമുക്ക് ഈ ഒരു രസമലായിലും ആഡ് ചെയ്യാം കേട്ടോ. ഞാൻ ആഡ് ചെയ്തിട്ടില്ല, എൻ്റെ അടുത്ത് സ്കിപ്പായി പോയതാണ്. ആഡ് ചെയ്യാം കേട്ടോ, നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ ക്രീമിലേക്ക് ബദാം മിക്സ് കൂടെ ആഡ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ മിൽക്ക് നമ്മൾ നല്ല രീതിയിൽ പഞ്ചസാരയും കണ്ടൻസ് മിൽക്കും ഇട്ടിട്ട് തിളപ്പിച്ചെടുത്ത മിൽക്കിലേക്ക് നമുക്ക് ഈ ഒരു രസമലായിലുള്ള ആ ഒരു ഗ്രേവി ഉണ്ടല്ലോ, അത് മാത്രം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതെനിക്ക് ഇതിൻ്റെ റിയൽ നെയിം ഹിന്ദി അറിയില്ല കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ആ ഒരു ഗ്രേവിന്ന് അതിലേക്ക് ബദാം മിക്സും കൂടെ 2 തുള്ളി ഉറ്റിച്ച് കൊടുത്തിട്ട് നല്ലോണം മിക്സ് ചെയ്തിട്ട് നമുക്ക് എന്താ പറയുക, സിറപ്പായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി വെക്കാം. ആ ഫസ്റ്റ് ലെയറിൽ നമ്മളിത് നല്ല രീതിയിൽ സോക്ക് ചെയ്തെടുക്കുന്നുണ്ട്. നല്ല രീതിയിൽ സോക്ക് ചെയ്താലാണ് ടേസ്റ്റ് കിട്ടുക. അല്ലാതെ നമ്മൾ കേക്കിൽ ഈ ഒരു സിറപ്പ് കുറഞ്ഞു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് വരില്ല. അപ്പോൾ നല്ല രീതിയിൽ സോക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ഈ ഒരു ക്രീം ഒന്ന് സ്പ്രെഡാക്കി കൊടുത്തിട്ട് മെയിനായിട്ട് ഇതിൻ്റെ ഗ്രേവിയും പിന്നെ ഈ ഒരു രസമലായി, ഈ രസഗുള ഇതിൽ നിന്ന് ഇങ്ങനെ ഈ ഒരു മിക്സിന് പറയാൻ രസമലായി എന്നാണ്. ഈ ഒരു മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇത് ഉണ്ടാക്കുന്നത്. ഈ ഒരു രസമലായി നല്ല കട്ട് ചെയ്തിട്ട് കൊടുക്കുക. ചെറിയ ചെറിയ പീസസ് ആയിട്ട് ഇട്ട് കൊടുക്കുമ്പോൾ നല്ലൊരു രസമായിരിക്കും. അപ്പോൾ ചെറിയ ചെറിയ പീസ് ആക്കിയിട്ട് ഈ ഒരു ഫില്ലിങ്സ് ആയിട്ട് നമ്മൾ കംപ്ലീറ്റ് ഇത് കൊടുക്കുക കേട്ടോ. ഇതിൻ്റെ ഈ ഒരു തിക്ക് ഗ്രേവിയും ഒക്കെ അതിനൊക്കെ നല്ല ടേസ്റ്റാണ്, നല്ല ഓവർ മധുരമായിരിക്കും ഇത്. അപ്പോൾ ഇത് ഇഷ്ടപ്പെടുന്നവർക്ക് നല്ല ഇഷ്ടമായിരിക്കും. ഇതൊരു ഓവർ മധുരമായിട്ട് എനിക്കത്ര വേഗം ഒരു ഇഷ്ടപ്പെട്ടിട്ടില്ല കേട്ടോ. അതുകൊണ്ട് ഇപ്പോൾ ഇതിൻ്റെയൊക്കെ ലവറായിട്ടുള്ള നല്ല സ്വീറ്റ്സ് ഇഷ്ടപ്പെടുന്ന കുറേ ആൾക്കാരുണ്ടാവും. അപ്പോൾ സെക്കൻഡ് ലെയർ വെക്കുക, ഇതുപോലെ തന്നെ നമ്മൾ റിപ്പീറ്റ് ചെയ്യുക. ഓക്കെ, കംപ്ലീറ്റ് എല്ലാം വെച്ച് കൊടുത്തിട്ട് നമ്മുടെ ഇതൊരു 1/2 kg കേക്ക് ആയതുകൊണ്ടാണ് ഞാൻ ഇത്രയും ചെയ്തത്. നിങ്ങൾക്ക് 2 കപ്പ് അല്ലെങ്കിൽ ഒരു പാക്കറ്റ് പാലിൽ നമുക്കിത് മിക്സ് ഉണ്ടാക്കിയെടുക്കാം. ഒരു 1 kgക്കൊക്കെ ആണെങ്കിൽ. ഇത് 1/2 kg ആയതുകൊണ്ടാണ് ഞാനൊരു 1 കപ്പ് പാലിലേക്ക് ചെയ്തത്. അതിനുശേഷം നമ്മൾ ഇത് നല്ല രീതിയിലൊന്ന് ക്രം കോട്ടൊക്കെ ചെയ്ത് ലാസ്റ്റ് ലെയറിൽ നമ്മൾ വെറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല രീതിയിൽ വെറ്റ് ചെയ്യുക. എന്നിട്ട് നമ്മൾ ക്രം കോട്ട് ചെയ്തിട്ട് ഫ്രീജിൽ വെച്ചിട്ട് എടുത്തിട്ട് നല്ല രീതിയിലൊന്ന് എന്താ പറയുക, ഫൈനൽ കോട്ടും കൂടെ ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ കേക്ക്. ഇത് ഫസ്റ്റ് ടൈമാണ് ഞാൻ ഈ ഒരു രസമലായി കേക്ക് ഉണ്ടാക്കുന്നത്. പക്ഷേ ആ ഒരു രസമലായി നല്ല ടേസ്റ്റാണ് കഴിക്കാനൊക്കെ. ഓവറായിട്ട് കഴിക്കുമ്പോൾ നല്ല മധുരമായതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്നൊരു എന്താ പറയുക, മസ്ത് വരും എന്ന് അറിയില്ലേ, അതാണ് ഉള്ളത് കേട്ടോ. അപ്പോൾ കേക്കൊക്കെ വരുമ്പോൾ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കാം. ഞാൻ കഴിച്ചിട്ടില്ല, കേക്കായിട്ട് കഴിച്ചിട്ടില്ല, അത് മാത്രം ഒന്ന് കഴിച്ച് നോക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല രീതിയിലൊന്ന് ഫൈനൽ കോട്ട് ചെയ്തെടുക്കുക. ഇതൊരു മ്യൂസിക് തീമിൽ ചെയ്യാൻ പറഞ്ഞിട്ടുള്ളൊരു കേക്കായിരുന്നു കേട്ടോ. അപ്പോൾ നല്ല രീതിയിലൊന്ന് എന്താ പറയുക, ഫൈനൽ കോട്ട് ചെയ്തെടുക്കാം.
അപ്പോൾ ഫൈനൽ കോട്ട് ചെയ്തതിന് ശേഷം നമുക്ക് പാലറ്റ് നൈഫ് വെച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നുണ്ട്, ഒരു ലൈൻസ് വരാൻ വേണ്ടിയിട്ട് മാത്രം. കണ്ടില്ല? അതിന് ചെയ്ത് നമുക്ക് ഫ്രിഡ്ജിലേക്ക് മാറ്റാം. അതിന് ശേഷം നമ്മൾ ഡെലിവറി ചെയ്യുന്നതിൻ്റെ കുറച്ച് മുന്നേ നമുക്ക് ഈ ഒരു ഫോണ്ടന്റിൽ കട്ട് ചെയ്തിട്ടുള്ള ഈ ഒരു പീസസ് നമുക്കിങ്ങനെ വെച്ച് കൊടുക്കാം. ഒരു പിയാനോ ഇത് വരാൻ വേണ്ടി വലിയ ഒരു പെർഫെക്ഷനൊന്നും ഇതിന് വന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. എനിക്ക് അത്ര വലിയ പെർഫെക്ഷൻ പറയാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഇതിന്. അപ്പം നമ്മൾ അത് അവിടെ ഇവിടെ ആയിട്ട് വെച്ച് കൊടുത്തിട്ട് ഇത് ഡെക്കറേറ്റ് ചെയ്ത് എടുക്കുന്നുണ്ട്. ഒരു പിയാനോ ഞാൻ ഫോണ്ടനിൽ തന്നെ ഒരു ഗിറ്റാർ ഉണ്ടാക്കിയിട്ടുണ്ട്. ഗിറ്റാറും ഞാൻ ഫസ്റ്റ് ടൈമാണ് ഈ ഒരു തീമിലൊരു കേക്ക് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഒരു 1 നൈറ്റിൽ ചെയ്തതാണ്, വലിയ സമയമൊന്നും എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ കണ്ടില്ലേ? അപ്പോൾ നമ്മളിങ്ങനെ വെച്ച് കൊടുക്കുക, എല്ലാ ഭാഗത്തും ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു പിയാനോ ലുക്ക് വരാൻ വേണ്ടി ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് ചെയ്ത് വെച്ച് കൊടുക്കുന്നത്. അതിന് ശേഷം നമ്മൾ എന്താ പറയുക, ഫോണ്ടനിൽ തന്നെ നെയിമൊക്കെ എഴുതിയിട്ടുണ്ട്. പിന്നെ മ്യൂസിക്കലിൻ്റെ സിമ്പിൾസൊക്കെ ഒന്ന് വരഞ്ഞു കൊടുത്തിട്ട് അതും കൂടി ഇതിൻ്റെ മേലെ വെക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഗിത്താറ് വലിയ പെർഫെക്ഷനൊന്നും ഇല്ലെങ്കിലും ഞാൻ എങ്ങനെയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, ഗിത്താറ് വെച്ചിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ നെയിം എഴുതിയ ഈ ഒരു ബോർഡ് പോലെ എഴുതിയിട്ടുണ്ടായിരുന്നു, ഒരു പേപ്പർ ബോർഡ് പോലെ കേട്ടോ. അപ്പോൾ അതും കൂടെ വെച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ മോൻ്റെ ഹാപ്പി ബർത്ത്ഡേ ആണ്, മോൻ എല്ലാവരും കൂടെ ഒന്ന് വിഷ് ചെയ്യണം കേട്ടോ. ശ്രിയാൻ എന്നാണ് പേര് വന്നിട്ട്. അപ്പോൾ ഈ ഒരു മാംഗോ കേക്കും ഈ ഒരു കേക്കുമായിരുന്നു അവർ അവൻ്റെ ബർത്ത്ഡേക്ക് വേണ്ടിയിട്ട് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ എന്താ പറയുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതാ നമുക്ക് അടുത്തത്, അപ്പോൾ ഇതാണ് ഹാപ്പി ബർത്ത്ഡേ എഴുതിയിട്ടുണ്ട്, അതും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ കേക്കിൻ്റെ കംപ്ലീറ്റ് ഒരു ലുക്ക് വന്നിട്ട്. അപ്പോൾ ഓക്കെ, ഇതാണ് നമ്മുടെ കേക്ക്. അപ്പോൾ നമുക്ക് പുതിയ വീഡിയോസൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.